കേരളത്തിന് പുറത്തെ തെരഞ്ഞെടുപ്പ് ഗോതകളിലേക്കാണ് പോകുന്നത്. കാണാം സ്റ്റേറ്റ് സ്കാൻ. വിജയകുമാർ, നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുജറാത്തിൽ ഇത്തവണയും സമ്പൂർണ്ണ വിജയമാണ് BJP പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിലെ നേതാക്കളെ കൂട്ടത്തോടെ കൂടാരത്തിലേക്ക് എത്തിച്ച് ഭൂരിപക്ഷത്തിൽ റെക്കോർഡ് നേടാനാണ് BJPയുടെ ഇപ്പോഴത്തെ ശ്രമം. എന്നാൽ ആം ആദ്മി പാർട്ടിയുമായി ചേർന്നുള്ള രാഷ്ട്രീയ പരീക്ഷണം വിജയം കണ്ടാൽ ഗുജറാത്തിൽ തിരിച്ചുവരവിനുള്ള കളമൊരുങ്ങുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. നടക്കൂ, നോക്കാം, ശ്രമിച്ചു നോക്കാം. ശരി നോക്കാം. നരേന്ദ്രമോദിയുടെ കോട്ട BJPയുടെ താമരക്കുളം. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഗുജറാത്തിൽ കോൺഗ്രസിനെ സമ്പൂജ്യരാക്കിയ പാർട്ടി ഇത്തവണയും ലക്ഷ്യമിടുന്നത് മുഴുവൻ സീറ്റ്. ഗുജറാത്ത് സംസ്ഥാനം രൂപീകരിച്ചത് 1960-ൽ. 1962-ൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന സംസ്ഥാനം പതിയെ BJP പക്ഷത്തേക്ക് ചാഞ്ഞു തുടങ്ങിയത് 1980കളിലാണ്. പിന്നീട് BJPക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. 2001-ൽ മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി 2014-ൽ പ്രധാനമന്ത്രി പദത്തിനായി പോരിനിറങ്ങിയ വർഷമാണ് കോൺഗ്രസ് ആദ്യമായി ഒരു സീറ്റ് പോലും ജയിക്കാനാകാതെ നിലം പരിശായത്. നരേന്ദ്രമോദി ഫാക്ടർ ഏറ്റവും അധികം ആഞ്ഞടിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഒരു പരിധിവരെ എതിരാളികളില്ലാതെ കുതിക്കുകയാണ് സംസ്ഥാനത്ത് BJP. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 63% പേരുടെ വോട്ട് പിന്തുണയാണ് BJPക്ക് ലഭിച്ചത്. കോൺഗ്രസിനാവട്ടെ ഇതിന്റെ പാതിയും. കഴിഞ്ഞ തവണ പല മണ്ഡലങ്ങളിലും 2 ലക്ഷത്തിലേറെ വോട്ട് നേടിയാണ് സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ഇപ്പോഴത്തെ പാർട്ടി അധ്യക്ഷൻ CR പാട്ടീൽ ജയിച്ചതാകട്ടെ 6 ലക്ഷത്തിലേറെ വോട്ടിന്റെ വിജയ മാർജിനിൽ. ഇത്തവണ എല്ലായിടത്തും 5 ലക്ഷം വോട്ടിന്റെയെങ്കിലും വ്യത്യാസത്തിൽ എതിരാളികളെ തറ പറ്റിക്കണമെന്നാണ് ലക്ഷ്യം. വിജയിക്കാൻ BJP സ്ഥാനാർത്ഥികൾക്ക് സംസ്ഥാനത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല എന്നാണ് വിലയിരുത്തൽ. എന്നാൽ ലക്ഷ്യം BJPക്ക് വിജയ മാർജിനാണ്. കോൺഗ്രസ് നേതാക്കളെ ചാക്കിട്ട് പിടിക്കുന്നത് ഈ ലക്ഷ്യത്തിലേക്കാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടെ MP-മാരും MLA-മാരുമായി ഏതാണ്ട് 80ഓളം കോൺഗ്രസ് നേതാക്കൾ പാർട്ടി വിട്ട് BJPയിലേക്ക് എത്തി എന്നതാണ് കണക്ക്. ഏറ്റവും ഒടുവിൽ വന്നത് മുൻ പ്രതിപക്ഷ നേതാവും PCC അധ്യക്ഷനുമൊക്കെയായിരുന്ന അർജുൻ മോദുവാദിയ. പോർബന്തറിൽ നിന്നുള്ള മുതിർന്ന MLA-യായ അർജുൻ മോദാദിയുടെ കൂടുമാറ്റം തിരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിന് കിട്ടിയ വൻ ഷോക്കാണ്. പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ധറും ഒപ്പം പോയി. 4 MLA-മാരാണ് കഴിഞ്ഞ മാസങ്ങളിൽ BJPയിലേക്ക് പോയത്. ഇനി ശേഷിക്കുന്നത് 13 പേർ. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ നേതാക്കളെ ഒപ്പം നിർത്താനുള്ള തന്ത്രങ്ങളും ഒരുക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ്. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തിൽ കണ്ണുവയ്ക്കുകയാണ് കോൺഗ്രസ്. നിലവിൽ 4 MLA-മാരുള്ള പാർട്ടിയാണ് ഗുജറാത്തിൽ ആപ്പ്. ബറൂച്ചിലും ഭാവ്നഗറിലും ഓരോ സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സഖ്യത്തിൽ അവർക്ക് കിട്ടി. വോട്ട് വിഭജനം ഒഴിവാക്കാൻ ഈ സഖ്യം സഹായിക്കുമെന്നതാണ് പ്രതീക്ഷ. ഫലം വരുമ്പോൾ അറിയാം ഈ പരീക്ഷണങ്ങളുടെ വിജയ മാർജിൻ. വരുൺ വി നായർക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ചില നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഒബ്സർവേഷൻ വന്നിട്ടുണ്ട്. സജി മാങ്കോട, ഈ മാങ്കോടിനെ കൊണ്ട് നമ്മൾ തോറ്റ്. ഇതേ പരിപാടി ഇന്നലെ SK ഇട്ട കോട്ട് ഇന്ന് വിജയണ്ണനും ഇട്ട കോട്ട് SK അണ്ണനും ഇട്ടേക്കുന്നു. അതാണെണ്ണ സ്നേഹം. സ്നേഹമല്യണ്ണ വരുന്നത്. സ്നേഹമാണ് അഖില സാരം ഊഴിയിലെണ്ണ അല്ലേ? അതുപോലെ ഇന്നും +1 സ്റ്റുഡന്റ് നീതി ഇന്നും പ്രശ്നം നമ്മൾ പരിഹരിച്ച പ്രശ്നം മുഖ്യ നമ്മൾ മന്ത്രി ശിവൻകുട്ടിയൊക്കെ ഇടപെടുത്തി അദ്ദേഹം ഗൗരവമായിട്ടത് നോക്കാമെന്നൊക്കെ പറഞ്ഞാണല്ലോ. ഇന്നും ജസ്റ്റിസ് ഫോർ +1 സ്റ്റുഡന്റ്. ഇനി വേറെ പ്രശ്നം ഉണ്ടായോ? പുതിയ പ്രശ്നമില്ല, അവരാ പഴയ പ്രശ്നം വീണ്ടും. നിങ്ങളുടെ പ്രശ്നം എന്താന്ന് പറയണം. എന്തായാലും ഇനി മന്ത്രിയെ വീട്ടിൽ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങേര് ചിലപ്പോ പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. വിജയകുമാർ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.